everyone, welcome to I Just React and Review. My name is Ashmita and I hope you all are doing well. And continuing the reaction for the average Ambili, that's how the name was pronounced. So continuing the reaction for the series, I will be reacting to episode 3. And of course, now we know that there's one more entrant in the story, which is Vishnu's character Anthony. I'm so stoked now. I'm so stoked to see how their paths will cross and what the interaction is going to be like. So yes, let's not delay this any further. Let's check out episode 3 and see if Ambili's dream project gets kicked off and if it's a success or not. What is going to happen with that? I definitely am excited to know. All right, let us begin. Wait, let me switch on the subtitles. Yeah. ആക്ച്വലി എനിക്ക് എന്ത് ഇൻ്റർവ്യൂ കിട്ടിയോ? എടോ കിട്ടിയൊന്നുമില്ലടോ, നീ നാളെ ഒരു മീറ്റിംഗ് കൂടെ ഉണ്ട്. അല്ല, താനെന്തോ കഷ്ടപ്പെട്ട് കിട്ടിയതാണെന്ന് മനസ്സിലായി. എന്താ ആക്ച്വലി സംഭവം? എടാ, താൻ ഈ സ്കൂളിൽ സ്റ്റേജിലൊക്കെ കയറി പ്രൈസ് വാങ്ങിച്ചിട്ടുണ്ടോ? ഞാനോ? അസംബ്ലിയിൽ സ്റ്റാർ ആയിട്ടില്ല? ഇല്ല. അപ്പോൾ എന്തായാലും തനിക്ക് പറഞ്ഞാൽ മനസ്സിലാവും. ഇവിടെ ഈ ചെറുപ്പം മുതലേ ഒന്നിലും എക്സൽ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് വീട്ടുകാരുടെയും നാട്ടുകാരുടെയൊക്കെ ബുള്ളിങ് അനുഭവിക്കുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അവരുടെയൊക്കെ ഒരു മെൻ്റൽ ഹെൽത്തിനെ ഫോക്കസ് ചെയ്തിട്ടുള്ള ഒരു NGO. ഓക്കെ, അതാണ് പരിപാടി. നൈസ്. പിന്നെ താനെന്താണ് പ്ലാൻ? ഞാനോ? എനിക്ക് കുറേ ട്രാവൽ ചെയ്യണം. എന്നിട്ട് കുറേ നല്ല റഷസൊക്കെ ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് ഒരു കിടിലെ യൂട്യൂബ് ചാനൽ തുടങ്ങണം. അല്ല, എന്നാൽ പിന്നെ അതങ്ങ് ചെയ്തോളെ. അത്ര എളുപ്പമല്ലോ. ഈ പഠിക്കാനെടുത്ത കുറേ ലോണൊക്കെ ഉണ്ട്. വീട്ടിലെ കുറച്ച് സീൻ. Dude, I am so relating to this guy right now. I am completely relating to him. Because the fact that I took so long to start my own channel and always kept thinking about it. But yeah, there's something called as education loan that you have to pay off. It's just I relate to this guy. ഓൺലൈൻ പോർട്ടൽ. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് ഇല്ല, എബി. അവൻ്റെ ഒരു ഡ്രീമാണ്. അതൊന്ന് സെറ്റ് ചെയ്ത് കൊടുക്കണം. അല്ല, ഇപ്പോൾ ഈ ഫ്രണ്ടോ? അവൻ പുറത്താണ്. അടുത്ത മാസം വരുന്നുണ്ട്. വന്നിട്ട് കമ്പനിയിലൊരു ഷെയർ എനിക്ക് തരും. കാശ് കിട്ടും. അത് സെറ്റാക്കി കൊടുത്തിട്ട്. അല്ല, താൻ പോകണില്ലേ? താൻ ഇത്രയും വന്ന ദൂരം നടക്കണ്ടേ? അത് കുഴപ്പമില്ല. താൻ ആക്ച്വലി രാവിലെ കണ്ടെങ്കിലും ഹാപ്പിയാണല്ലോ. ഇൻ്റർവ്യൂ കിട്ടിയോണ്ടായിരിക്കും. താനും ഭയങ്കര ഹാപ്പിയാണല്ലോ. പഴയ ഫ്രണ്ടിനെ കിട്ടിയില്ല. അല്ല, എപ്പോഴും ഹെൽമെറ്റും കൊണ്ട് നടക്കും? ഇത് എവിടെയെങ്കിലും വെച്ചാൽ ആരെങ്കിലും എടുക്കില്ലേ? ഇതോ? ആ, നന്നായി. ശരി, എന്നാ ഞാൻ പോട്ടെ, ലേറ്റായി. തിരിച്ചുതരുമല്ലോ അല്ലേ? നീ ആദ്യം കാശ് എന്നാലും തിരിച്ചു തരാൻ പറ്റുള്ളൂ. ചേച്ചി നീ എന്താടേ അവന് കൊടുത്തേ? അത് ടെക്സ്റ്റ് ബുക്ക്. ഇത്രയും ചെറുതോ? ടെക്സ്റ്റ് ബുക്ക് പെൻഡ്രൈവിലായിരുന്നു. എന്നിട്ട് എനിക്ക് കണ്ടിട്ട് കാശ് പോലാണല്ലോ തോന്നിയത്. അത് ചേച്ചി ഒന്ന് കേറിയതുള്ളൂ, കരണ്ടും പോയി. റിയലി എന്തൊരു കഷ്ടമാണ് മനുഷ്യനെന്തോ. ബിന്ദു, ബിന്ദു, KSEBിലൊന്ന് വിളിച്ചു ചോദിക്കേണ്ടി വരുമെന്ന് തോന്നുന്നു. നമ്മക്ക് മാത്രമാണ് കറണ്ട് ഇല്ലാത്ത. പൈപ്പിൽ വെള്ളം തരണില്ലല്ലോ. ഇടി, ഓഫീസിൽ പോകാൻ സമയം, എനിക്ക് കുളിക്കണ്ടേ? ഞാൻ കോരി തരാം. Dude, is the dad always this grumpy all the time? ടാങ്കിലേക്ക് ഒന്ന് വെള്ളം അടിച്ച് കയറ്റിയത്. There won't be water. വേണുവേട്ടാ, വേണുവേട്ടാ. എന്താണ്? എന്താണ് വേസ്റ്റ്?
നിന്നോടൊക്കെ പറഞ്ഞിട്ടില്ല ഈ നെറ്റൊക്കെ മര്യാദക്ക് വലിച്ചു കെട്ടണമെന്ന്. നാശം പിടിച്ച ദിവസമാണത്. ഞാൻ നിന്റെ അമ്മയോട് ചോദിക്കും. Okay. This is also a form of bullying only, na? They're bullying the ലാപ്പിൽ family. ചാർജ് ഇല്ല, ഇപ്പൊ എന്ത് ചെയ്യും ഞാൻ? എന്റെ ഫോണിൽ ചാർജ് ഇല്ല. എനിക്കിന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ, തസ്നീടെ അടുത്ത് ചാർജ് ചെയ്തോളൂ. നടക്കുന്ന കേസല്ല. ഈ ഷർട്ടെല്ലാം ഒരുമിച്ച് തേച്ച് വെക്കണമെന്ന് പറഞ്ഞാൽ ഇവളോടൊക്കെ എന്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. എടി അമ്പളേ ആ വണ്ടിയുടെ താക്കോലെടുത്തേ. ആ സ്കൂട്ടറിലുണ്ട്. അയ്യോ എനിക്കിന്ന് ഇന്റർവ്യൂ പോണം. നീ ഒരു ഓട്ടോ വിളിച്ച് ചോദിക്കോ, എനിക്ക് സമയമില്ല. നീ കഴിച്ചോ അത്. The dad is on another grumpy level, huh? There won't be any petrol. Pakka. There is petrol. ഏയ് ഇന്നൊരു വഴി കൊണ്ട് വണ്ടിയിട്ടിരിക്കുന്നേ. വണ്ടി പഞ്ചറായിട്ടാ, ആളെ വിളിച്ചിട്ടുണ്ട്, ഇപ്പോൾ വരും. ഒരു മര്യാദയില്ല, ഒരാളുടെ വഴി മുടക്കിയിട്ടാണ് വണ്ടി കൊണ്ട് നിർന്നത്. That also has been purposefully done. എടി ഷറഫിനെ വിളിച്ചിട്ട് എടുക്കുന്നില്ല. എടി ഞാനിപ്പോ എന്താ ചെയ്യണ്ട, ഞാൻ ഓൾറെഡി ലേറ്റും ആയി. നീ ഇപ്പൊ എവിടെ ഉള്ളേ? എന്നെ ഒന്ന് പിക്ക് ചെയ്യാൻ വരാൻ പറ്റുമോ? ഓക്കെ, അത് കുഴപ്പമില്ല, ഞാൻ ഒരു ഓട്ടോ പിടിച്ച് പോയിക്കോളാം. ഓക്കെ ഓക്കെ. ആടാ പറ. എടാ ഞാനൊരു 5 മണിയാകുമ്പോൾ അയക്കാം. ഞാനേ നിന്റെ മറ്റേ ഫ്രണ്ടില്ലേ അവിടെ ഒരു കണ്ടന്റ് അയച്ചിട്ടുണ്ട്. നീ അതൊന്ന് കണ്ടു നോക്ക്. ഞാൻ കണ്ടെന്ന മെയിലല്ലേ? ഒന്നുകൂടെ. ഓക്കെ. കുറച്ച് ദിവസം മുമ്പ് വടക്കേപ്പള്ളി ട്രാവൽസ് ഉടമയ്ക്ക് നേരെ നടന്ന സംഭവം ആസൂത്രിതമെന്ന് സംശയം. ഹലോ എടാ എടാ ഇത് പെയ്ഡ് ന്യൂസ് ആണ്, ഇത് കള്ളത്തരാണിത്. കള്ളത്തരാണെങ്കിലും പെയ്ഡല്ലേ എഡിസാ, നീ ഇതുപോലൊരു കണ്ടന്റ് സെറ്റാക്ക്. എടാ ഇത് ഇപ്പം ഇങ്ങനെ ഒരു ന്യൂസ് പോകണം. എടാ നിന്നോട് അവളെ ഇന്റർവ്യൂ എടുക്കാൻ പറഞ്ഞിട്ട് പറ്റിയില്ലല്ലോ, നമുക്കും ഇതുപോലെ ഒരു ന്യൂസ് വേണം. ഞാൻ അഖിലിനോട് പറഞ്ഞു. എടാ ഹലോ ഹലോ. They're sort of bullying her family. And this news will come and the other guy will not invest because of the negative news. Something like that. ഞാൻ കുറേ നേരമായി വെയിറ്റ് ചെയ്യുന്നു. ഇന്നിനി മീറ്റിംഗ് എപ്പോഴായിരിക്കും? Oh, I'm sorry about that. Sir is not taking meetings today. ഒന്നുകൂടി ഒന്ന് കൺഫേം ആക്കുമോ? ഇന്ന് തന്നെയാണ് എന്നോട് വരാൻ പറഞ്ഞത്. ഇല്ല, സാർ ഇന്ന് എന്തായാലും മീറ്റിംഗ്സ് എടുക്കുന്നില്ല. ഓക്കെ, താങ്ക് യു. So sad. You know, this also shows that what happens sort of when you stand up for something right, and if the opposite side is powerful, they will bully you into, you know, accept your terms and conditions. I hope she doesn't accept. But isn't this is the sad reality? Has something like this happened to you guys where you were forced to accept something because the other party was, you know, sort of powerful and bullish? Could be a small situation also, but I will admit I have been in that situation, and took me a long time to sort of come into terms that no, this is wrong, shouldn't happen like this, and you need to stand up, you need to draw a line somewhere. ഹലോ സർ. അംബ്ലേ, ഞങ്ങൾക്ക് തന്റെ പ്രോജക്റ്റ് ഫണ്ട് ചെയ്യാൻ താല്പര്യമില്ല. വി ഡോണ്ട് വാണ്ട് ടു ഗെറ്റ് ഇൻടു എനി ട്രബിൾ. ഐ ഹോപ്പ് യു ക്യാൻ അണ്ടർസ്റ്റാൻഡ്. ബൈ.
പ്രിയരമ്പിളി കനവിൻ്റെ തേരിലായി മോഹമീ കൈക്കൊമ്പിള് നിറയുന്ന നേരമായി താരം മായും രാവിൻ മാറിൽ മാറിക്കാരൻ ദാഹം പോലെ ദൂരത്തേതോ വെള്ളിത്തേര് വെട്ടും തൂവും നിലാവ് നീ കാലും ഇടറാതെ ഈ വഴിയാകവേ നീ പോകുമോ തെന്നൽ ചിറകേറി നിറവാനിലായി ചേക്കേറുമോ Okay. എന്താ അല്ലേ ചെറിയ സമയം മതിയല്ലോ മാറാൻ. ഇപ്പൊ തന്നെ നിന്റെ കാര്യം നോക്കി. ഇന്നലെ രാത്രി വരെ ഒരു കുഴപ്പമില്ലായിരുന്നു പെൺകുട്ടിയല്ലേ. രാവിലെ എണീറ്റപ്പോൾ എന്താ വീട്ടിൽ കറണ്ടില്ല, വെള്ളമില്ല, കിണറ്റിലാരോ വേസ്റ്റ് ഇട്ടിരുന്നു. ചെറിയ കാര്യങ്ങളാ, പക്ഷെ ചെറിയ കാര്യങ്ങളല്ലല്ലോ ഇൻവെസ്റ്റ് ബാക്ക് ഔട്ട് ചെയ്തില്ലേ. പിന്നെ പ്രശ്നങ്ങൾ ഓരോന്ന് വരുമ്പോൾ നമ്മൾ ആലോചിക്കും ഇനി ഇതിൽ കൂടുതലൊന്നും വരാനില്ല. പക്ഷെ ഉണ്ട്, ഇനി ഇതിലും വലുത് വരാനുണ്ട്. അപ്പോൾ ഒരു സോറി, നിന്റെ ഭാഗത്തു നിന്നുള്ള മിസ്റ്റേക്ക് ആയിരുന്നു പറഞ്ഞ് പബ്ലിക്കായിട്ടൊരു സോറി. നമുക്കെല്ലാം തിരിച്ചുകൊണ്ട് വരാം. ഞാൻ എന്തിനാ സോറി പറയുന്നത്? ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ടാ? ചില സമയത്ത് നമ്മൾ അങ്ങനെ തെറ്റൊന്നും ചെയ്യണ്ട സോറി പറയാൻ. ആ ചേട്ടാ, വണ്ടി എടുത്ത് തരാം. വീടെത്തി. Loving him in this negative role, huh? നില എറിഞ്ഞ് കളിക്കണ്ട മോളെ. സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിയിട്ട് വേണ്ടേ വടക്കേപ്പള്ളിക്കാരോട് മുട്ടാൻ. ആ പോട്ടെ, അപ്പോൾ നമുക്കിത് പെട്ടെന്ന് തീർക്കാം. ഒരു സോറി പറഞ്ഞേക്ക് കേട്ടോ. കറണ്ട് വന്നില്ലേ അവരെ? ഇപ്പോൾ പോട്ടെ. ഇങ്ങനെയാണോ ആമ്പിള്ളേരോട് പെരുമാറാൻ? സോറി പറയാൻ, സോറി പറയാൻ നിന്നോട് ഞാൻ പറഞ്ഞു. സോറി പറയാനായിട്ട് പറഞ്ഞു. സോറി. Now, for the sake of the family, she will have to say sorry, I guess. Oh man, I love this episode. This is a beautifully made series, huh? Let me stop this. Fantastic. And her acting is beautiful. Can I just say, because there's this, she's expressing so much just through her eyes. If you see, there's the reactions that she's giving. It's very subtle and so restrained, but it sends the message. I think this, because she's an introvert, so she's not that expressive. She's bottling up everything inside, and that is the way she's acting. You can see that there's a lot of things that she's not saying it, but she's feeling it. It's not very easy to show with subtle expressions, but I think she's nailing this character, man. I love it. And then the interaction between Ambali and Anthony, the next 3 episodes are going to be so good.
This is a really, really well made series. I feel, of course, this has a lot of views. Like this episode itself, on an average, this series probably has, every episode has 1 million plus views. But I honestly feel it deserves more. But nonetheless, I am happy that I am watching it. I am happy that I know of Karika flick and Karika tune and whatever it is, so that I'm able to see such series. I wouldn't have known otherwise. It's because of you guys only. I opened this channel and I'm getting exposed to such great content. Sometimes I feel so happy that, if it wasn't for the channel, I wouldn't have known so many things in terms of content, because I mostly, gravitate towards movies and series mostly, but it'll be either Hindi or the very famous ones, maybe sometimes in Bengali, because that's my mother tongue, and English, of course. But I think I am now in last one and a half year, I feel I'm really expert at looking at the subtitles and the movie, because initially it used to be a little struggle for me that I'm looking at the subtitles and then I'm missing out on expressions and stuff. But I think with practice it has become so normal for me that now even if I watch like any English series or a Hindi movie or series, my eyes just keep doing this, like I'm also reading the subtitles, I'm also watching the content. It's become nature, it's become automatic reflex sort of a nature. So yeah. But I love this episode. I think with every episode from episode 1, the series has intrigued me. It's so well put together. It's so well made. So much is packed in, on an average 11 to 12 minutes, which says that the direction is so well done. And the writing, there is not a single scene which I would say is a filler scene, except the promotion thing is also integrated pretty well, but so much has been packed. The emotions that I'm feeling while watching her, I am totally right now invested in Ambali's character. Totally. That is some really sick ass direction, writing and acting, I would say. Really, really. So yes, that was the reaction for episode 3, guys. I loved it. Thank you once again for suggesting the series to me. I'm gonna watch all Karika related stuff. The only things which I have not watched are the ones which does not have subtitles. The moment I get subtitled correct content, I'm gonna watch it. So yeah, that was the reaction for today for episode 3. I hope you guys have enjoyed it. I've come till the end of the video. I will be signing off now, guys, and I will see you soon on my next video. Bye bye.